അർദ്ധവാർഷിക പരീക്ഷ 5ാം ക്ലാസ് താരീഖ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ താരീഖിൻ്റെ ചോദ്യം എങ്ങനെയാണ് വരിക എന്നുള്ളതും മാർക്കുകൾ കരസ്ഥമാക്കാനുള്ള ഐഡിയയും നമുക്ക് മനസ്സിലാക്കാം. മുഴുവനായി തന്നെ കാണുക, മാർക്ക് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. 1. ഹിജ്റ 8ാം വർഷം മക്ക വിജയം, മക്ക ഫത്തഹായത്, മക്ക വിജയിച്ചത് ഹിജ്റ 8ാം വർഷമാണ്. 2. മുസ്ലിങ്ങളുടെ സഖ്യശക്തി ഏതാണ്? ഹുസാ ഗോത്രക്കാരാണ്. 3. ഖുറൈശികളുടെ സഖ്യ കക്ഷി ആരാണ്? ബനു ബക്കർ ഗോത്രക്കാരുമാണ്. 4. ഹിജ്റ 7ാം വർഷമാണ് ഖൈബർ ഉപരോധം നടന്നത്. 5. ഉഹുദ് യുദ്ധമുണ്ടായത് ഷവ്വാൽ മാസം 15-നാണ്. ഷവ്വാൽ മാസം 15. ഷവ്വാൽ പിറ കണ്ട് ആ പാട്ട് ഓർത്താൽ മതി കേട്ടോ. ഷവ്വാൽ പെരുന്നാളിൻ്റെ മാസമാണ് ഷവ്വാൽ. റമദാന് കഴിഞ്ഞാൽ പിന്നെ ഷവ്വാൽ മാസം 15-നാണ്. 6. ഉഹുദിൽ ഷഹീദായി ആര്? ഹംസ റളിയല്ലാഹു അൻഹു. ഏത് യുദ്ധത്തിലാണ്? ഉഹുദിൽ. വമൻ അഗ്ലക അലൈഹി ബാബുഹു ഫഹുവ ആമിനുൻ. വാതിലടച്ചവന് നിർഭയത്വമുണ്ട്. ഫഹുവ ആമിനുൻ, അവന് നിർഭയത്വം ലഭിച്ചവനാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. ചോദിച്ചാൽ എഴുതാമല്ലോ. 2. എണ്ണം എഴുതാം എന്നുള്ളതാണ്. 3 പരീക്ഷാ പേപ്പർ നോക്കിയപ്പോഴും ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ടുമുണ്ട്. എല്ലാറ്റിലുമുണ്ട് എണ്ണം എഴുതാനുള്ളത്. അപ്പോൾ ഇതിന് ശേഷം മറ്റൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്, അതിലും എണ്ണമുണ്ട്. ഇതിലെ എണ്ണവും അതിലെ എണ്ണവും കൂടെ പഠിച്ചാൽ തന്നെ നമുക്ക് 2-3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക. 1. ബദ്രിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന അങ്കികൾ എത്രയാണ്? 600 ആണ്. 2. ഖൈബറിൽ യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ, മുസ്ലിമീങ്ങളല്ല, യഹൂദികളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 93. മുസ്ലിമീങ്ങളാണ് കുറവ്, അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 93 ആരാണ്? യഹൂദികളാണ്. ഖൈബറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ എത്രയാണ്? 15 എന്ന് ഓർത്താൽ മതി. 4. ഖന്തക്കിൽ കിടങ്ങു കീറിയ സ്വഹാബികളുടെ എണ്ണം എത്രയാണ്? 3000 ആളുകൾ. എത്രയാ? 3000 ആളുകൾ. 5. ഉഹുദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ എത്രയാണ്? ഉഹുദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ 23. അപ്പോൾ ഈ എണ്ണവും ഇനി അടുത്ത പേപ്പറിൽ നിങ്ങൾ കാണുന്ന എണ്ണവും കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി 3. പൂർത്തിയാക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യങ്ങളും ബ്രാക്കറ്റിൽ നിന്ന് എടുത്തേതാനുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായി നമുക്കറിയണമെങ്കിൽ പാഠഭാഗം നമുക്ക് നല്ലോണം പരിചയമുണ്ടാവണം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് നിർണയിച്ച പാഠത്തിൻ്റെ അവസാനത്തെ 3 പാഠങ്ങൾ നന്നായി ഒരു 3 തവണ ഓരോ പാഠങ്ങളും എന്തായാലും വായിക്കുക. എന്നാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 1. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുമ്പല്ല് പൊട്ടുകയും ചെയ്തു. അതാണ് ബാക്കി വരിക. 2. അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്. മുസ്ലിമീങ്ങൾ ഒഴിഞ്ഞു മാറിയിരുന്നു, പക്ഷേ അബൂജഹലിനെ പോലത്തെയുള്ള ശത്രു പ്രമുഖരാണ് ഇതൊരു യുദ്ധം വരെ കൊണ്ടാക്കിയത്. 3. ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഖന്തക്കിന് അഹ്സാബ് എന്നും പേരുണ്ട്. 4. ഹിജ്റ 6ാം വർഷം ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു. 5. ഹിജ്റ 2ാം വർഷം സ്വഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. ഇനി നമുക്ക് 4 വായിക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതിൽ മക്കയിൽ നിന്ന് എത്ര മൈൽ അകലെയാണ് ഹുദൈബിയ? 50 മൈൽ. 2. ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളെയും കണ്ട യഹൂദികൾ എന്തു ചെയ്തു? അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിമീങ്ങൾക്ക് നേരെ അമ്പ് ചെയ്യുകയായിരുന്നു. 3. മക്ക വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ 2 വിഭാഗമാക്കി. എവിടെ വെച്ചാണ്?
ദീ തുവയിൽ വെച്ചാണ് അങ്ങനെ 2 വിഭാഗമാക്കി മാറ്റിയത്. 4-മത്തത് ബദറിൽ ദരിദ്രരായ തടവുകാരിൽ ചിലർ മോചനം നേടിയത് എങ്ങനെയാണ്? ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, മുശ്രിക്കീങ്ങളായ ആളുകളിൽ നിന്ന് തടവാക്കപ്പെട്ട ആളുകൾ, അവരെ വിടാമെന്ന് നബിതങ്ങൾ പറഞ്ഞത് എങ്ങനെ നിബന്ധന വെച്ചിട്ടാണ്? 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ. ഇപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് 10 പേർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക. 5-മത്തത് ഹുദൈബിയ കരാർ മൂലം മുസ്ലിമീങ്ങൾക്കുണ്ടായ നേട്ടം എന്തൊക്കെയാണ്? അവർ നിർഭയം ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. അവർക്ക് നിർഭയം ഖുറൈശികളുമായി ഭയമില്ലാതെ, അതാണ് നിർഭയം, ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. 5 വ്യക്തമാക്കാം എന്ന് 2 എഴുതണം. അതിൽ ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ, ഏറെക്കുറെ പരീക്ഷാ പേപ്പറിലൊക്കെ ഈ ഒരു ചോദ്യമുണ്ട്. നമുക്ക് കൂടുതലായി പ്രതീക്ഷിക്കാം. എളുപ്പമുള്ള ഭാഗമാണ്, ഒന്ന് മനസ്സിരുത്തി വെക്കുക. അതിലൊന്ന്, മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്. ഇതൊക്കെ നമുക്കെതിരായിട്ടുള്ള കരാറും വ്യവസ്ഥകളുമാണ്, അങ്ങനെ ഓർത്താൽ മതി. മുസ്ലിമീങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക. അടുത്ത വർഷം ഉംറ നിർവഹിക്കാം. 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക. അടുത്ത വർഷം ഉംറ നിർവഹിക്കാം. 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. ഇനി 6-മത്തത് പൂരിപ്പിക്കാം. വഖുൽ ജാ അൽ ഹഖു വസഹഖ അൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്നുള്ളതാണ്. വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇതും അതും തമ്മിൽ താരതമ്യം ചെയ്ത് ആവർത്തിച്ച് വരുന്നതിനെ ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് നിർണയിച്ച എല്ലാ പാഠങ്ങളും നന്നായി വായിച്ച് അതിൽ നിന്നുള്ള ഉത്തരങ്ങളും എണ്ണങ്ങളും സമയങ്ങളും യാത്രക്കും മൈലുകളും എല്ലാം കൃത്യമായിട്ട് നോട്ട് എഴുതി റെഡിയാക്കി പഠിച്ചു വെക്കുക. താരീഖാണ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് മാറിപ്പോയാൽ മാർക്ക് പോവും, നമ്മൾ 50 മാർക്കും നഷ്ടപ്പെടും. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എണ്ണങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പേപ്പറിലും കാണുന്നുണ്ട്. ആ വിഷയം ഒന്ന് ഗൗരവത്തിൽ കാണുക. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. പൊതുപരീക്ഷ വരുന്നുണ്ട്. എല്ലാം നമുക്ക് അടിപൊളിയാക്കണം. നിങ്ങൾ കൂടെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.